ഇപ്പോൾ കുട്ടിയുടെ അടുത്ത ബന്ധു ഷാജി പാലക്കൽ, കുട്ടിയുടെ വലിയച്ഛൻ നമുക്കൊപ്പം ചേരുന്നു. ഷാജി, ഇപ്പോൾ എന്തൊക്കെ ഉറപ്പുകൾ, എന്തൊക്കെ നടപടിക്രമങ്ങളാണ് ഇതുവരെ പൂർത്തിയായിട്ടുള്ളത്? മുഖ്യമന്ത്രിയുടെയൊക്കെ ഇടപെടൽ ഉണ്ടായെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയിപ്പുകൾ കിട്ടിയിട്ടുണ്ടോ? നമുക്കിപ്പം രാവിലെ ഡെപ്യൂട്ടി കളക്ടർ, തഹസിൽദാർ അടക്കമുള്ളവർ വന്നായിരുന്നു. തഹസിൽദാർ വന്നായിരുന്നു, വില്ലേജ് ഓഫീസർ വന്നായിരുന്നു, അതുപോലെ തന്നെ കളക്ടർ രാവിലെ വിളിച്ചായിരുന്നു. അപ്പം ഇവരെല്ലാം വിളിച്ച് നമ്മുടെ കാര്യങ്ങളിലെല്ലാം ഇടപെട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പം വിവരങ്ങൾ നമുക്ക് എത്തുന്നേ ഉള്ളൂ. കാരണം ഇവര് ഔദ്യോഗിക വിവരങ്ങളെല്ലാം അവർക്കടക്കം കിട്ടുന്നേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അപ്പം അവര് കുറച്ചു മുമ്പ് വിളിച്ചായിരുന്നു. ADM അടക്കം ഉള്ളവരൊക്കെ വിളിക്കുന്നുണ്ട്. പിന്നെ രാജമോഹൻ ഉണ്ണിത്താൻ സാറ് വിളിച്ചിട്ടുണ്ട്. പിന്നെ രമേശ് ചെന്നിത്തല സാർ രാവിലെ, ആഭ്യന്തരമന്ത്രി രാവിലെ വിളിച്ചായിരുന്നു. അപ്പം കാര്യങ്ങൾ അവര് പരമാവധി സ്പീഡ് ആക്കുന്നുണ്ട്. നമുക്കും ഇതുവരെയായിട്ട് ഒരു ക്ലിയർ ആയിട്ടുള്ള വിവരം വന്നിട്ടില്ല. അതിന്റെ ഒരു ചെറിയ താമസം എടുക്കും എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പം എല്ലാവരും സഹായത്തിനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷയിലാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പൊ ഇതുവരെയുള്ളതും നമുക്കിപ്പം കാര്യമായിട്ടുള്ള അതിനപ്പുറത്തേക്കൊന്നും നമുക്ക് ആർക്കും കിട്ടിയിട്ടില്ല. എന്റെ പേര് ഷാജി വാളിപ്ലാക്കൽ എന്നാണ് വീട്ടുപേര്. പാലക്കൽ വാളിപ്ലാക്കൽ. ശ്രീ ഷാജി, എന്താണ് ഈ അഖിൽ അവസാനം വന്നു പോയതെന്നാണ് നമുക്ക് കുടുംബത്തിന് കിട്ടിയ ഇൻഫർമേഷൻ? അവസാനം എന്താണ്? ഒരു 40 ദിവസമായി ഇവൻ വന്നു പോയിട്ടിപ്പം. അത് മുംബൈയിലുള്ള ഒരു കമ്പനിയുടെ പേരിലാണ് ഇപ്പം പോയിരിക്കുന്നത്. ഒരു ഗുരുകൃപ മറൈൻ ഏജൻസീസ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ ഇപ്പൊ പോയിരിക്കുന്നത്. അപ്പൊ അവര് ഇന്നലെ വൈകുന്നേരം നമ്മുടെ അഡ്രസ് അടക്കം ചോദിച്ച് വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്നലെ രാവിലെ ശരിക്ക് കമ്പനിയിൽ നിന്നും ഒരാൾ ഇങ്ങനെ വിളിച്ചു, ഒരു റഷ്യന്റെ മിസൈൽ വന്ന് കപ്പലിന് പരിക്ക് പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ആദ്യം വിളിച്ചു. അതിനുശേഷം അവര് പറഞ്ഞത് പിന്നെ ഒരു ഉച്ചയോടുകൂടിയാണ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അഖിലിന് അടക്കം കുറച്ചുപേര് മരിച്ചിട്ടുണ്ട്. അഖിലിന്റേതും വേറെ ആരുടെയും കൂടെ സ്ഥിരീകരിച്ചു. മറ്റുള്ളവരുടെ കുറച്ചുപേരുടെ കത്തിക്കരിഞ്ഞിട്ടൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് രണ്ടാമത് വന്നത്. പിന്നെ നമുക്കൊരു 4 മണിയോട് കൂടിയാണ് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ബാക്കി വന്നത്. അതിനപ്പുറത്തേക്ക് മരിച്ചു എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്കുള്ള വിവരങ്ങളൊന്നും നമുക്ക് വ്യക്തമായിട്ട് കിട്ടിയിട്ടില്ല. കമ്പനിയുടെ ഭാഗത്തുനിന്ന് ആളിതുവരെ എത്തിയിട്ടില്ല. ഈ അഖില് അപകട മേഖലയിലാണ് ജോലി ചെയ്യുന്നത്. അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ വീട്ടിൽ മുമ്പ് വിളിക്കുമ്പോൾ അറിയിച്ചിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും സൂചന മുമ്പ് പറഞ്ഞിരുന്നോ? അവിടെ ഒരു അപകടകരമായിട്ടുള്ള സാഹചര്യം ഉണ്ടെന്ന് പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല. അപ്പം ഒരു ഞായറാഴ്ച വൈകുന്നേരം ഒരു സന്ധ്യ ആയപ്പം ഒരു മിസ് കോൾ ആദ്യം വന്നായിരുന്നു. അത് ശരിക്കും അതിന് തൊട്ട് മുമ്പുള്ള ഒരു മിസ് കോളാണ്. അത് മിസ് കോൾ വന്നപ്പോൾ ഇവര് മഴയായിരുന്നത് കൊണ്ട് കണ്ടില്ല, പക്ഷെ കോൾ എടുത്തിട്ടില്ല. അതിനുശേഷം ഒരു കുറച്ച് കഴിഞ്ഞൊരു ഹായ് വന്നു. പിന്നെ ഇവർ തിരിച്ചു വിളിക്കുമ്പോൾ മുതലേ ആ സമയം മുതലാണ് കോണ്ടാക്ട് നഷ്ടപ്പെട്ടായിരുന്നു. അത് ഏറ്റവും അവസാനം സംഭവിച്ച കാര്യം അതാണ്. ഏറ്റവും ഒടുവിൽ കോണ്ടാക്ട് ചെയ്തത് എന്താണ്? ഞായറാഴ്ച വൈകുന്നേരം, ഞായറാഴ്ച വൈകിട്ടാണ് ഏറ്റവും ഒടുവിൽ കോണ്ടാക്ട് ചെയ്യുന്നത് അല്ലേ? കോണ്ടാക്ട് ചെയ്യുന്ന പറഞ്ഞാൽ അന്നേരം ശരിക്കും സംസാരിക്കാൻ പറ്റിയിട്ടില്ല. അന്ന് സംസാരിക്കാൻ ഫോൺ ഉപയോഗിക്കാൻ വന്നപ്പോഴത്തേക്കും തന്നെ പിന്നെ വാട്സാപ്പ് കിട്ടുന്നില്ല, ഫോണിലേക്ക് കിട്ടുന്നില്ല. ഒരു മെസ്സേജ് വരിക ചെയ്തത്, ഒരു ഹായ് എന്ന് പറഞ്ഞൊരു മെസ്സേജ് വന്നു. അത്രേ വന്നിട്ടുള്ളൂ. പിന്നെ അന്നേരം ബന്ധം പോയി. ഇപ്പോൾ അഖിലിന്റെ അച്ഛനും അമ്മയൊക്കെ അവരിപ്പോ എവിടെയാണ്? അവര് ഇപ്പം വീട്ടിലുണ്ട്. അമ്മയ്ക്ക് ഭയങ്കര വയലന്റ് ആണ്, പ്രയാസം ഭയങ്കര കൂടുതലാണ്. അച്ഛന് ഇടയ്ക്കിടയ്ക്ക് പ്രയാസമുണ്ട്. പിന്നെ എന്നാലും കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ അംഗീകരിച്ചു വരുന്നുണ്ട്. അമ്മയുടെ കാര്യത്തിൽ ഇപ്പോഴും വലിയ ബുദ്ധിമുട്ടാണ്. അത് ഭയങ്കര വയലന്റ് ആണ്. ഇന്നലെ രാത്രിക്ക് ആശുപത്രി കൊണ്ടുപോയായിരുന്നു. ഒരു ഏക മകനാണല്ലേ? ഇത് ഏക മകനാണ്. അത് തന്നെയല്ല, ഇതിന്റെ വിവാഹം കൂടെ ഉറപ്പിച്ചതാണ്. ഒരു ഏക മകനാണ്, വിവാഹം ഉറപ്പിച്ചതാണ്. വളരെ പ്രതീക്ഷയോടുകൂടി വളർത്തിക്കൊണ്ടുവന്ന ഒരു മകനാണ്. കാരണം നേരത്തെ ഉണ്ടായിരുന്ന ഒരു പഴയ വീട് വിറ്റിട്ട് ഒരു പുതിയൊരു വീടൊക്കെ വെച്ചിട്ട് ഒരു 1.5 വർഷം ആയതേ ഉള്ളൂ. വിവാഹം നടത്തി ഭദ്രമായിട്ടൊക്കെ മുന്നോട്ടൊക്കെ പോകേണ്ട ഒരു സമയമാണ്. അന്നേരമാണ് ഒരു ഏക പ്രതീക്ഷയാണ്, ഒറ്റ മകനുമാണ്, ഏക പ്രതീക്ഷയാണ്. അതാണ് മുഴുവനും തകർന്നു പോയിരിക്കുന്നത്. ശരി. ഷാജിയാണ്, അഖിലിന്റെ അടുത്ത ബന്ധുവാണ്, പ്രതികരിച്ചു. എന്തായാലും മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികളാണ് വേഗത്തിലാക്കുന്നത്. ആ തരത്തിലുള്ള ഇടപെടലുകൾ നടക്കുകയാണ്. വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നീക്കങ്ങളാണ് പുരോഗമിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.